ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്ന പ്രൈസ് കാറ്റഗറി ഏതെന്ന് അറിയാമോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു 20,000 താഴെയുള്ള സ്മാർട്ട് ഫോണുകളായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ചേട്ടാ 20,000 രൂപയിൽ താഴെ ഏറ്റവും നല്ല ഫോൺ ഏതാണ് എന്ന്. അത്തരത്തിൽ 20,000 രൂപയിൽ താഴെ നമുക്കിപ്പോൾ നിലവിൽ വാങ്ങാവുന്ന മികച്ച ഒരു 7 സ്മാർട്ട് ഫോണുകളുടെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇതിനകത്ത് ആദ്യം പറയാനുള്ള സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ലോഞ്ച് ആയ ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M56 5G എന്ന സ്മാർട്ട് ഫോൺ. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ കുറച്ച് വലിയ പ്രൈസ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് അറൗണ്ട് ഒരു 20,000 പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും ഓഫറിൽ അണ്ടർ 20,000 തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ സാംസങ് എന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഗാലക്സി M56 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പരിഗണിക്കാം. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. എക്സിനോസിന്റെ 1480 എന്ന് പറയുന്ന പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിന്റെ ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും ഇൻ ഹൗസ് പ്രോസർ ആയിട്ടുള്ള എക്സിനോസ് പ്രോസറാണ് വരുന്നത്. അതുപോലെ 7,33,000 AnTuTu സ്കോർ ഉണ്ട്. അപ്പോൾ എക്സിനോസ് പ്രോസർ എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ വരട്ടെ, കാരണം ഒരുവിധം ഭേദപ്പെട്ട AnTuTu സ്കോർ ഈ പ്രൈസ് കാറ്റഗറിയിലുള്ള ഫോണുകളിലേത് പോലെ തന്നെ ഈ ഒരു ഫോണിനുമുണ്ട്. ഫോണിന്റെ ബാക്കിൽ വന്നിട്ട് 3 ക്യാമറ സെറ്റപ്പ് ആണ്. 50, 58 എന്നീ 3 ക്യാമറ സെറ്റപ്പ്, 12 മെഗാ പിക്സലിന്റെ സെൽഫി. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് 4K 30 വീഡിയോകൾ എടുക്കാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫുൾ HD വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 5000 mAh ബാറ്ററി, അതുപോലെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ 7000 mAh ബാറ്ററികളുള്ള വേറെ ഫോണുകളുണ്ട്, അത് നമ്മളിപ്പോൾ പറയും. 45 വാട്ട് ആണ് ഇതിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. 80 വാട്ടിന്റെ ഒക്കെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഇതേ പ്രൈസ് റേഞ്ചിലെ വേറെ ഫോണുകളുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ വില എന്ന് പറയുന്നത് 8GB റാം 128GB ഇന്റൽ സ്റ്റോറേജിന്റെ വില ഏകദേശം 21,000 ആ പ്രൈസ് റേഞ്ചിലാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ 514 പേർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 4.4 ആണ് ഇതിന്റെ ഒരു റേറ്റിംഗ്. നമ്മൾ റേറ്റിംഗ് കൂടെ പറയുന്നത് അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഫോണിന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഫോണിനുമുണ്ട് ചില കുറവുകൾ. ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിനകത്ത് മോണോ സ്പീക്കറാണ്, എക്സിനോസിന്റെ പ്രോസസറാണ്. അതുപോലെ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഇല്ല. ഇന്ന് നമ്മൾ പരിഗണിക്കുന്ന ബാക്കി എല്ലാ ഫോണിലും ചാർജർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല. അതുപോലെ പ്രത്യേകിച്ച് ഒരു IP റേറ്റിംഗ് ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല അതിന്റെ ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിനെ പറ്റി. 21,000, 20,000 ആ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് സാംസങ്ങിന്റെ ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം ഗാലക്സി M56. അത് കഴിഞ്ഞാൽ അടുത്ത ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന റിയൽമി P4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. റിയൽമിയുടെ P സീരീസ് എന്ന് കേട്ടാൽ ഉറപ്പിച്ചോളൂ നല്ല ഫോണാണ്. കാര്യം വളരെ അഗ്രസീവ് പ്രൈസിംഗിൽ റിയൽമി ഇറക്കിയ കുറേ ഫോണുകളാണ് P സീരീസ്. P2 Pro, P1 Pro, P3 Pro, P4 Pro, P4 Ultra, അങ്ങനെ പല ഫോണുകളും P സീരീസിൽ പുറത്തിറക്കി. അതൊക്കെ മികച്ച ഫോണുകളാണ്. നല്ല പ്രൈസ് വാല്യൂ പ്രൊപ്പോർഷൻ മികച്ച ഫോണുകളായിരുന്നു P സീരീസ്. അത്തരത്തിൽ റിയൽമി P4 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അണ്ടർ 20,000 മികച്ചൊരു ഫോണാണ്. ഇതിന്റെ പ്രത്യേകതകൾ 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, അതും 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകതയാണ്. അതുപോലെ മീഡിയടെക്കിന്റെ ഡയമണ്ട്സിറ്റി 7400 പ്രോസറാണ്. ഏകദേശം 7,45,000 ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ നമുക്ക് ഈ ഒരു ഫോൺ അത് ലഭിക്കുന്നത്. അതുപോലെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാ പിക്സൽ സെൽഫി സെൻസർ, ബാക്കിൽ 4K, ഫ്രണ്ടിൽ ഫുൾ HD. ഇന്ന് നമ്മൾ പറയുന്ന ഒറ്റ ഫോണിലും ഫ്രണ്ടിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഉള്ള ഫോണുകൾ ഇല്ല എന്നുള്ളത് ഓർക്കണം. അതിന് അണ്ടർ 20,000 അത്രയും നല്ല ഫോണുകൾ 4K സെൽഫിയിൽ വരുന്ന ഫോണുകളൊന്നും ഇല്ല. വേറെ പ്രൈസ് റേഞ്ച് കൂടിയതിനകത്തേ ഉള്ളൂ എന്നുള്ളതും ഓർക്കേണ്ടതാണ്. 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. ബാറ്ററി സൈഡ് അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനി ഈ ഫോണിന് ചില കുറവുകളുണ്ട്. ഒരുപാട് ബ്ലോട്ട്വേസുകളുണ്ട്. IP65 ആണ് ഇതിന്റെ ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ IP69 ഒക്കെ തരുന്ന റിയൽമിയുടെ തന്നെ ഫോൺ ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ഇതിന്റെ പ്രൈസിംഗ് വന്നിട്ട് 18,999 ആണ്. 8/128GB വേരിയന്റ്. ഫ്ലിപ്കാർട്ടിൽ 9,547 പേർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 4.4 ആണ്. നോക്കിയാൽ സാംസങ്ങിന്റെ നേരത്തെ പറഞ്ഞ M56ൽ 514 പേരെ ഇതുവരെ റിവ്യൂ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇത് 9,547 പേർ റിവ്യൂ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കാണേണ്ടതാണ്. അടുത്ത ഫോണും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. റിയൽമിയുടെ P സീരീസിൽ നിന്ന് തന്നെയാണ്. റിയൽമി P3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ പ്രൈസ് പോയിന്റിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് റിയൽമി P3 Pro. കാരണം ഇതിന് സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് പോയിന്റിൽ ഏറ്റവും പെർഫോമൻസ് തരുന്ന ഫോണും P3 Pro തന്നെയാണ്. 8,33,000 ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ നമ്മൾ തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രൈസ് പോയിന്റിൽ 1.5K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. മറ്റു ഫോണുകളൊന്നും 1.5K റെസൊല്യൂഷൻ അങ്ങനെ കിട്ടുന്നില്ല. അതുപോലെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ, 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ, ബാക്കിൽ 4K, ഫ്രണ്ടിൽ ഫുൾ HD. സ്റ്റീരിയോ സ്പീക്കർ ആണ്. IP69 വരെയുള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. 6000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്. ഇതിനുമുണ്ട് കുറവുകൾ. NFC സപ്പോർട്ട് ഇല്ല. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിനുമില്ല. വില എന്ന് പറയുന്നത് 8GB 128, 18,999. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 15,548 പേർ ഇതുവരെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. റേറ്റിംഗ് വന്നിട്ട് 4.4. അടുത്തതായിട്ട് ലിസ്റ്റിൽ വരുന്ന മറ്റൊരു മികച്ച അണ്ടർ 20,000 ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ ഭാഗത്തു നിന്നുള്ള പോക്കോ X7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ഈ ലിസ്റ്റിൽ പറയുന്ന ഫോണുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അധികം ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു ഫോണും പോക്കോ X7 ആയിരിക്കും. കാരണം നമുക്കറിയാം പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിലെ മദർ ബോർഡ് ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ മലയാളികൾ എന്ന് മാത്രമല്ല ഒരുപാട് പേര് അങ്ങ് വെറുത്തുപോയി സത്യം പറഞ്ഞാൽ പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡ്. അതിനുശേഷം ഇനി പോക്കോ എത്ര നല്ല ഫോൺ ഇറക്കിയെന്ന് പറഞ്ഞാലും ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ
പക്ഷേ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെയും പോക്കോ നല്ല അഗ്രസീവ് പ്രൈസിങ്ങിൽ നല്ല വാല്യൂ പ്രൊപ്പോർഷൻ ആയിട്ട് നോക്കുമ്പോൾ ഉള്ള നല്ല കിടിലൻ ഫോണുകൾ പിന്നീട് പുറത്തിറക്കി. അത്തരത്തിലൊന്നാണ് പോക്കോ X7. 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള, ഇവിടെ 1.5K റെസൊല്യൂഷൻ ഉണ്ട്, AMOLED ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, മാത്രമല്ല കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ വരെ പോക്കോ X7 ഈ പ്രൈസ് പോയിന്റിൽ ഈ ഫോണിൽ കൊടുക്കുന്നുണ്ട്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 അൾട്ര എന്ന് പറയുന്ന പ്രോസറാണ്. 7 ലക്ഷത്തിൽ പുറത്തുള്ള ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. ബാക്കിൽ 50 മെഗാ പിക്സൽ പ്രൈമറി, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ, സെൽഫി വന്നിട്ട് 20 മെഗാ പിക്സൽ, ബാക്കിൽ 4K, ഫ്രണ്ടിൽ ഫുൾ HD മാത്രം. 5500 mAh ബാറ്ററി ഉള്ളൂ, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉള്ളൂ. സ്റ്റീരിയോ സ്പീക്കറുകളാണ്, IP69 വരെയുള്ള റേറ്റിംഗ് ഉണ്ട്. ഈ ഒരു ഫോണിനുള്ള കുറവായിട്ട് ഞാൻ കാണുന്നത് ഇതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പോക്കോ എന്ന് കേൾക്കുമ്പോൾ ആളുകളൊന്ന് വെറുക്കുന്നുണ്ട്. ബാക്കി വലിയ കുറവുകളൊന്നും ഈ ഫോണിനില്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് അതുകൊണ്ട് തന്നെ 8GB 128ന്റെ വില 16,999 ഉള്ളൂ. നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞേക്കെ 17,999, 18,999, 20 ഒക്കെ ആയിരുന്നു. ഇതാണ് ഏറ്റവും ഈ പ്രൈസ് പോയിന്റിൽ ഏറ്റവും വില കുറവ്. 16,999 നമുക്ക് 8GB 128 കിട്ടുന്നുണ്ട്. ആരും അങ്ങനെ മേടിക്കാതിരുന്ന ഫോണൊന്നും അല്ല. കാരണം ഫ്ലിപ്കാർട്ടിൽ 25,326 പേർ ചേർന്ന് ഇതിന്റെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 4.3 ആണ്. അടുത്തത് ഈ പ്രൈസ് പോയിന്റിലെ മറ്റൊരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. നമ്മൾ ഇത് വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സ്മാർട്ട് ഫോണാണ്. ഏറ്റവും നല്ല അണ്ടർ 20,000 മികച്ച ഒരു ഫോണായിട്ട് കേട്ട ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ വാങ്ങി പരിചയപ്പെടുത്തിയ ഫോണാണ് ഒപ്പോ K30. കിടിലൻ ഫോണാണ്. ഞാനിത് വാങ്ങി ഉപയോഗിച്ചു നോക്കി നിങ്ങളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഞാൻ ഈ ഫോൺ നമ്മുടെ ഒരു സുഹൃത്തിന് തന്നെ കൊടുക്കുകയും ചെയ്തു. അവർക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്താണ്. അവരിത് ഭയങ്കരമായിട്ട് ആ ഫോൺ ഇപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പോ K30 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ്. അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ സ്മാർട്ട് ഫോണിൽ. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ് പ്രോസസർ. ഏകദേശം 7,90,000 AnTuTu സ്കോർ ഈ ഒരു ഫോണുണ്ട്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ, 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ. ഈ ഫോണിനകത്തും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ബാക്കിൽ 4K ഉണ്ട്, ഫ്രണ്ടിൽ ഫുൾ HD ഉള്ളൂ. സ്റ്റീരിയോ സ്പീക്കറുകളാണ്. 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. അപ്പോൾ 7000 mAh ബാറ്ററിയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇതിന് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, 208 ഗ്രാം വെയിറ്റ് ഉണ്ട്. നല്ല രീതിയിൽ ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. HDR സപ്പോർട്ട് ഡിസ്പ്ലേക്ക് ഇല്ല. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവുകൾ. 8GB 128ന്റെ വില 17,999 മാത്രം. ഫ്ലിപ്കാർട്ടിൽ 64,226 പേർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. റേറ്റിംഗ് വന്നിട്ട് 4.5 ഉണ്ട്. അതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് കാറ്റഗറിയിൽ വാങ്ങിയ ഒരു ഫോൺ ഒപ്പോ K30 തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അല്പം സാധനം ഇച്ചിരി ബൾക്കിയൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാറ്ററി ലൈഫ് 7000 mAh ഉള്ള വേറെ ഇപ്പോൾ P4 എന്ന് പറഞ്ഞ റിയൽമി ഫോണിനകത്ത് 7000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ ഒപ്പോ K30ലെ 7000 mAh അങ്ങനെയല്ല. അതായത് ബാറ്ററിയൊക്കെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. നല്ല ബാറ്ററി ലൈഫൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നു. പലരും ബാറ്ററി ഒരു ഭയങ്കര പ്രധാനമാണ് പലർക്കും. അങ്ങനെയുള്ളവർക്ക് ഒപ്പോ K30 നല്ലൊരു ചോയ്സാണ്. അടുത്തതായിട്ട് ലിസ്റ്റിലുള്ള മറ്റൊരു ഫോൺ CMF Phone 2 Pro. ചിലർക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ആദ്യം കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും. നത്തിങ് എന്ന ബ്രാൻഡിന്റെ സബ് ബ്രാൻഡായിട്ടാണ് CMF Phone 2 Pro കൊണ്ടുവന്നത്. കാണാൻ നല്ല ലുക്കാണ്, അടിപൊളിയാണ്. എടുത്തു പറയേണ്ടത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തോന്നിക്കുന്ന ബ്ലോട്ട് OS-കളൊന്നും ഇല്ലാത്ത നത്തിങ് OS ആണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ഇപ്പോൾ നത്തിങ് ഒരു U-turn ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മുതൽ നത്തിങ്ങിന്റെ ഇതുപോലുള്ള വില കുറഞ്ഞ ഫോണുകളിൽ അവർ ചെറുതായിട്ട് ബ്ലോട്ട് OS-കൾ കുത്തി നിറയ്ക്കും എന്ന് ചെറുതായിട്ട് ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന CMF Phone 2 Proയിൽ അതുപോലുമില്ല. അത്ര ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 Pro എന്ന് പറയുന്ന പ്രോസറാണ്. ഏകദേശം 7,10,000 അടുത്തുള്ള ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ബാക്കിൽ നമുക്ക് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. നോക്കി ടെലിഫോട്ടോ ക്യാമറ വരെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട മറ്റൊന്ന്. അതിന്റെ സോഫ്റ്റ്വെയർ കൂടാതെ സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ നോക്കി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കാത്ത ഫോണുകളുണ്ട്. ഒപ്പോ K30 അതുപോലെ റിയൽമി P3 Pro. പക്ഷേ ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അല്ല, ടെലിഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ആണ്. ബാക്കിൽ 4K, ഫ്രണ്ടിൽ ഫുൾ HD മാത്രം. പക്ഷേ ഈ ഫോണിനുമുണ്ട് ചില കുറവുകൾ. മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. 5000 mAh ബാറ്ററിയാണ്, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉള്ളൂ. 80 വാട്ടിന്റെ വരെ ഈ പ്രൈസ് പോയിന്റിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. കുറവുകൾ നേരത്തെ പറഞ്ഞ പോലെ മോണോ സ്പീക്കർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ഉള്ളൂ. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് UFS 3.1 ഒക്കെ കിട്ടുന്ന വേറെ ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. 8GB 128 പ്രൈസ് വന്നിട്ട് 17,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ 55,479 പേർ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. റേറ്റിംഗ് വന്നിട്ട് 4.4 ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും ഒന്നൊന്ന് പറയണം. ഞാൻ ഇതിനകത്ത് നിന്ന് ഒരൊറ്റ ഫോൺ എൻ്റെ ഇപ്പോൾ പേഴ്സണൽ യൂസിന് അണ്ടർ 20,000 ഈ ഫോണുകൾ ഏത് ഫോൺ വാങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ CMF Phone 2 Pro എടുക്കില്ല. കാരണം അതിനകത്ത് ഈ മോണോ സ്പീക്കർ എനിക്ക് പറ്റില്ല. പിന്നെ ഒപ്പോ K30 ശരിക്കും ബ്ലോട്ട് OS ഉണ്ട്, സംഗതി ഇത്തിരി ഹെവിയാണ്. പിന്നെ പോക്കോ X7 മദർ ബോർഡ് ഇഷ്യൂ, ബ്രാൻഡ് വാല്യൂ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആരും ഒന്നും മടിക്കാൻ ഒരു സാധ്യതയുണ്ട്. റിയൽമി
P4ഉം റിയൽമി P3 പ്രോയും കുറേ ബ്ലോട്ട് വോയിസുകളുണ്ട്. പിന്നെ സാംസങ് ഗാലക്സി M56. സാംസങ് നേരത്തെ ആയിരുന്നു ഞാൻ സാംസങ് എടുത്തത്, പക്ഷേ ഇപ്പോൾ സാംസങ് എന്ന് പറയുന്നത് തന്നെ പലർക്കും പിടിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. ലൈൻ ഇഷ്യൂ, സർവീസ് പ്രശ്നങ്ങൾ എന്നൊക്കെ കേട്ട് പലരും കമന്റ് ചെയ്യുന്ന കേൾക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഇതിനകത്തുനിന്ന് കൺഫ്യൂസ്ഡ് ആണ്. ആ മോണോ സ്പീക്കർ ഒഴിച്ച് നിർത്തിയ CMF12 Pro അടിപൊളി ഒരു ചോയ്സ് ആണ്. സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പോ K13 റിയൽമി P3 പ്രോയോ അല്ലെങ്കിൽ റിയൽമി P4 നല്ല ചോയ്സ് ആയിട്ട് തന്നെ ഞാൻ പറയും. പക്ഷേ പോക്കോ X7 കണ്ടിൽ നിന്ന് അടിക്കരുത്.